Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir, wala tuwassir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the previous class, we studied addition and subtraction of like fractions, isn't it? So എങ്ങനെയായിരുന്നു അത് addition and subtraction? If addition ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ സ്പെഷ്യാലിറ്റി? ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ 1/18 + 2/18 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതിയിട്ട് ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്യും. സോ 3/18. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സബ്ട്രാക്ഷൻ ആണെങ്കിൽ എങ്ങനെ വരുമായിരുന്നു? 7/7 - 5/7 എന്ന് വരുവാണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് വെർ സെയിം. യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഡിനോമിനേറ്റർ സെയിം ലൈക്ക് ദാറ്റ്, ദെൻ സബ്ട്രാക്ട് ദ ന്യൂമറേറ്റേഴ്സ്. സോ 7 - 5 ഈസ് 2. 2/7 ഈസ് ദ ആൻസർ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ അതായത് ലൈക്ക് ഫ്രാക്ഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് സബ്ട്രാക്ഷനും അഡിഷനും സിമ്പിൾ ആയിരുന്നു അല്ലേ? ഒരു 2 സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസ്. അപ്പം അൺലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ പ്രത്യേകത എന്തുമായിരുന്നു? അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആകുമ്പോൾ അതിനെ എങ്ങനെ അഡിഷനും സബ്ട്രാക്ഷനും നടത്താമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. So adding and subtracting unlike fraction. So adding and subtracting unlike fractions, there is 2 methods. One method these 2 methods you already studied in 5th standard itself. So the first method is cross multiplication method and the second method is LCM method. അപ്പോൾ 2 മെത്തേഡും മിസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സോ ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. യൂസിങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1/5 + 1/2. സോ 1/5 + 1/2 എന്ന് പറയുന്ന ഈ ഒരു അഡിഷൻ എങ്ങനെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണം, ഇത് തമ്മിൽ ദെൻ പ്ലസ് ഇതും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 × 2, ഈ 1ഉം ഈ 2ഉം കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ്. 1 × 2 + 5 × 1, 5 × 1 ഡിവൈഡഡ് ബൈ 5 × 2. ഡിനോമിനേറ്ററിൽ ആ 2 ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? ദിസ് ന്യൂമറേറ്റർ ഓഫ് ദ ഫസ്റ്റ് ഫ്രാക്ഷൻ ഇൻറ്റു ഡിനോമിനേറ്റർ ഓഫ് ദ സെക്കൻഡ് ഫ്രാക്ഷൻ പ്ലസ് ന്യൂമറേറ്റർ ഓഫ് ദ സെക്കൻഡ് ഫ്രാക്ഷൻ. ഇത് തിരിച്ചു വേണമെങ്കിലും എഴുതാം. ന്യൂമറേറ്റർ ഓഫ് ദ സെക്കൻഡ് ഫ്രാക്ഷൻ ഇൻറ്റു ഡിനോമിനേറ്റർ ഓഫ് ദ ഫസ്റ്റ് ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ അല്ലേ? അപ്പോൾ 1 × 2 + 1 × 5 ഡിവൈഡഡ് ബൈ 5 × 2. ദാറ്റ് ഈസ് 1 × 2, 2 + 5 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/10. Okay, this is the method of cross multiplication. Then മിസ് പറഞ്ഞ അടുത്ത മെത്തേഡ് എന്തായിരുന്നു? ഇറ്റ് ഈസ് LCM മെത്തേഡ് അല്ലേ? LCM മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സെയിം നമ്പർ തന്നെ എടുക്കാം. അപ്പോൾ LCM മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ തന്നെ കിട്ടുന്നതെന്ന് നോക്കാം. 1/5 + 1/2 തന്നെ എടുക്കാം. LCM മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM ഫൈൻഡ് ചെയ്യണം. വാട്ട് ഈസ് LCM? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പം ഇവിടുത്തെ ഡിനോമിനേറ്റർ, ദ നമ്പേഴ്സ് ഇൻ ദ ഡിനോമിനേറ്റേഴ്സ് ആർ 5 and 2. അപ്പോൾ 5ൻ്റെയും 2ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ LCM മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. 5, 2 ഇങ്ങനെ എഴുതുക. അപ്പം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പം ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 1ഉം ആ നമ്പർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം 5 ഇടാം. 5 എത്ര പ്രാവശ്യത്തിനകത്ത് വരും? 5 / 5 ഈസ് 1 ആൻഡ് ദെൻ 2 അതേപോലെ തന്നെ താഴോട്ട് എഴുതുക. ദെൻ 2
1 1. അപ്പോൾ ഏറ്റവും താഴെ 1 വരുന്നിടം വരെ നമുക്കത് ചെയ്യണം. ദെൻ 5 into 1. അപ്പോൾ LCM of 5 and 2 is equal to 5 into 2. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം is equal to 10. അപ്പോൾ ഇതിൻ്റെ LCM 10 ആണ് അല്ലേ. നമുക്ക് അന്നേരം ഈ രണ്ട് ഫ്രാക്ഷനെയും ഡിനോമിനേറ്റർ 10 ഇക്വാലൻറ്റ് ചെയ്യണം. ഇക്വാലൻറ്റ് ടു 10. അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഇക്വാലൻറ്റ് ടു 10 അപ്പോൾ 1/5 ഡിനോമിനേറ്ററിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ രണ്ട് ഡിനോമിനേറ്റേഴ്സും 10 അതെന്തായി കഴിഞ്ഞു? ലൈക്ക് ഫ്രാക്ഷൻസ് ആയി കഴിഞ്ഞു അല്ലേ. അന്നേരം അതെന്താകും? ലൈക്ക് ഫ്രാക്ഷൻസ് ആയി മാറും. പിന്നെ നമുക്ക് ലൈക്ക് ഫ്രാക്ഷനകത്ത് എങ്ങനെയായിരുന്നു അഡിഷൻ നടത്തുന്നത് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. സോ നമുക്ക് 1/5 ഇൻറ്റു 2 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്റർ 10 ആവും. ഡിനോമിനേറ്ററിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നോ സെയിം നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് സെയിം നമ്പർ വിത്ത് ന്യൂമറേറ്റർ ഓൾസോ. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും നിങ്ങൾ 2 യൂസ് ചെയ്യണം. അപ്പോൾ 2/10 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഫ്രാക്ഷൻ നമ്മൾ 2/10 കൺവേർട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് ഫ്രാക്ഷൻ 1/2. 1/2 നമുക്ക് ഡിനോമിനേറ്റർ 10 കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ 5 with 2. Then we will get the denominator as 10. Then 1 into that same number you have to multiply in the numerator also though. So 5/10 we will get 5/10. Then ഇപ്പോൾ നമ്മൾ ഇക്വാലൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന 10 ഡിനോമിനേറ്റർ വരുന്ന ആ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഇതിന് രണ്ടിനും പകരം നമുക്ക് ഇതെടുക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് ഇക്വാലൻ്റ് ടു ദിസ് ഫ്രാക്ഷൻ അല്ലേ. ഇക്വാലൻ്റ് ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ച് അത് എങ്ങനെ ഇക്വാലൻ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യണമെന്നും പഠിച്ചതാണ്. സോ നമുക്ക് എന്ത് വേണം? ഇവിടെ 2/10 കിട്ടി, 5/10 കിട്ടി. ദെൻ 2/10 പ്ലസ് 5/10 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിനോമിനേറ്റർ വേർ സെയിം, ആഡ് ന്യൂമറേറ്റർ that is 7/10. That same answer we got when we use cross multiplication method. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും നമുക്ക് എന്തായിരുന്നു? സെയിം ആണ് ആൻസർ കിട്ടിയത് അല്ലേ. സെയിം തന്നെയായിരുന്നു ആൻസർ കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്ന ഏതാണോ അത് ചെയ്യാം. അപ്പോൾ ചില നമ്പേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് LCM മെത്തേഡ് ആയിരിക്കും ഈസി. ചില നമ്പേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡായിരിക്കും ഈസി. രണ്ട് ചെയ്താലും ശരിയാണ്. ഓക്കെ. ദെൻ സബ്ട്രാക്ഷൻ വരുമ്പോൾ ഇതിപ്പോൾ അഡിഷൻ്റെ കേസാണ്. സബ്ട്രാക്ഷൻ വരുമ്പോൾ വേറെ ഒന്നുമില്ല, മെത്തേഡ് വേർ സെയിം, യു ഹാവ് ടു ജസ്റ്റ് ചേഞ്ച് ദ സൈൻ ഓൺലി. അപ്പോൾ സബ്ട്രാക്ഷൻ വരുമ്പോൾ മൈനസ് ചെയ്യുന്നേ ഉള്ളൂ, ബാക്കി ഈ മെത്തേഡ്സ് എല്ലാം എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Subtract, question is like this, subtract 2/5 from 1/7. 5/7. Subtract 2/5 from 5/7. That means 5/7 minus 2/5. 5/7 minus 2/5 അല്ലേ. 2/5 ഫ്രം 5/7 എന്ന് പറയുമ്പോൾ ആദ്യം ഏതാണ് വരുന്നത്? 5/7 ആണ് വരുന്നത്. ദെൻ നമുക്ക് നേരത്തെ ഫൈൻഡ് ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ 5 into 5 that is 25. Then the sign here, the sign is minus, so you have to put minus sign. Then these 2 into 7 14 divided by എന്താണ്? You have to take the product of the denominators, that is 7 into 5, that is 35. So 25 നിന്നും 14 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 അല്ലേ. 11 കിട്ടും. 11/35 is the answer. ദെൻ ഇതുപോലെ തന്നെ LCM മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഈ രണ്ട് നമ്പറിൻ്റെ LCM എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 35 വരും. ദെൻ നമ്മൾ ഈ മെത്തേഡ് ഫൈൻഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്താണ്? ഇക്വാലൻ്റ് ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ദ അൺലൈക്ക് ഫ്രാക്ഷൻസ്. ദെൻ ഹൗ ടു ആഡ് ഓർ സബ്ട്രാക്ട് മിക്സഡ് ഫ്രാക്ഷൻസ്. നെക്സ്റ്റ് ടോപ്പിക് അതാണ് മിക്സഡ് ഫ്രാക്ഷൻസ്.
So നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? Like fractions and unlike fractions we studied. Then we have one more fraction. 3 types of fractions അല്ലേ നമ്മൾ പഠിച്ചിരുന്നത്. Like fraction, unlike fraction and mixed fractions. And now we are going to find adding and subtracting of mixed fractions. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻസിനെ എങ്ങനെ ആഡ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നു? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷൻ പാർട്ടും കൂടെ ചേർന്ന് വരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻസ്. സോ വൺ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ, add 2 4/5 and 3 5/6. Add 2 4/5 and 3 5/6. എങ്ങനെ ആഡ് ചെയ്യും? നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആഡ് അല്ലേ ചെയ്യേണ്ടത്? 2 4/5 പ്ലസ് 3 5/6 അല്ലേ? അപ്പോൾ 2 4/5 മീൻസ് വാട്ട്? 2 4/5 എന്ന് വെച്ചാൽ 2 പ്ലസ് 4/5നെയാണ് നമ്മൾ 2 4/5 എന്ന് പറയുന്നത്. പ്ലസ് 3 5/6 മീൻസ് 3 plus 5/6. Okay, 3 5/6 means 3 plus 5/6. ഇനി ഹോൾ പാർട്ട് രണ്ടും നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം, ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം. സോ 2 plus 3 plus 4/5 plus 5/6. ഓക്കെ, അതായത് ഹോൾ നമ്പർ വരുന്ന ആ പാർട്ട് നമ്മൾ ഒരുമിച്ച് എഴുതി. ദെൻ എന്താണ് ഫ്രാക്ഷൻ വരുന്നതിന് ഒരുമിച്ച് എഴുതി നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ദെൻ 2/3 we know that 2/3 is 5. 5 plus എന്താണ്? 5 plus 4/5 plus 5/6. ഇനി നമുക്ക് ഈ ഹോൾ പാർട്ടിനെ ഒന്ന് മാറ്റി നിർത്താം. നമുക്ക് ഈ പാർട്ട് മാത്രം എടുക്കാം. 4/5 plus 5/6. ഓക്കെ, LCM മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്ക് LCM മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഇതിന് രണ്ടിനും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് LCM ഈസ് 30 ആണ് വരുന്നത്. അപ്പോൾ LCM 30 ആയിട്ട് വരുമ്പോൾ 4/5നെ നമുക്ക് 30ലോട്ട് ഡിനോമിനേറ്റർ 30ലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 6 ചെയ്യണം അല്ലേ? ദാറ്റ് സെയിം 6 വി ഹാവ് ടു മൾട്ടിപ്ലൈ ഹിയർ ഓൾസോ. പ്ലസ് 5/6 ഇൻറ്റു 6 ഇൻറ്റു വിച്ച് നമ്പർ ഈസ് 30? 6 5s are 30 അല്ലേ? ആ സെയിം 5 നമുക്ക് മുകളിലും ചെയ്യണം. സോ എന്താണ്? ഡിനോമിനേറ്റേഴ്സ് വെയർ 30, ഇറ്റ് വിൽ ബിക്കം 30 and 4 into 6 is 24 plus 5 5s are 25. അപ്പോൾ 24 plus 25 നമുക്ക് എന്ത് കിട്ടും? 49 കിട്ടും അല്ലേ? You will get 49. So 49/30 എന്ന് നമുക്ക് കിട്ടും. 49/30. Then നമുക്ക് എന്താണ്? ഈ 49/30നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിപ്പം ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ കിടക്കുകയല്ലേ, അപ്പോൾ അതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ 49നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ത് വരും? 119/30 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 1 plus 19/30 എന്ന് കിട്ടും. 1 plus 19/30. നേരത്തെ ഇവിടുത്തെ ഒരു 5 നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 plus 1 plus 19/30 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 plus 19/30. ദാറ്റ് ഈസ് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 619/30 ഈസ് ദ ആൻസർ. സോ ദിസ് ഈസ് ദ വേ വി ആർ ഫൈൻഡിങ് we are adding two mixed fractions. So in the next class we can do some exercises based on this chapter. So today's class is over. Assalamu alaikum.